നീചമായ കൊലപാതകം കൊൽക്കത്തയെ പിന്നീട് രാജ്യത്തെയൊന്നാകെ പിടിച്ചു കുലുക്കുന്നു. ജൂനിയർ ഡോക്ടർ ആശുപത്രിയിൽ ലൈംഗികാതിക്രമത്തിനിരയായി കൊല്ലപ്പെടുന്നു. പ്രതി അറസ്റ്റിലാകുന്നു. പക്ഷേ കേസിൽ ലാപ്സുകൾ നിരവധി. സ്ത്രീ സുരക്ഷയെന്ന ഉത്തരവാദിത്വത്തിലെ പിഴവ്, കൃത്യം നടന്നുകഴിഞ്ഞ് പോലീസും മറ്റധികാരികളും സൃഷ്ടിച്ച അനാസ്ഥ. മിക്ക കേസുകളിലും ഇതൊരു തുടർക്കഥയാണ്. ചില കേസിൽ മാത്രം പ്രതിഷേധമുയരും. 90% കേസുകളിലും മറിച്ചാണ്. പ്രത്യേകിച്ച് ദരിദ്രരോ ദളിതരോ ആദിവാസികളോ ഇരയാകുന്ന കേസുകളിൽ. ഉന്നതർ പ്രതിയായാൽ വാർത്താ സാധ്യതയും രാഷ്ട്രീയ പ്രാധാന്യവും കൊണ്ട് മാധ്യമ ശ്രദ്ധ വരാം. എതിർകക്ഷികൾ നിലപാടെടുത്ത് ബഹളം വയ്ക്കാം. ഉന്നാവ് റേപ്പ് കേസ് ശ്രദ്ധിക്കപ്പെട്ടത് പ്രതി ഭരണകക്ഷി MLA ആയതുകൊണ്ട് മാത്രം. എതിർ പാർട്ടി പ്രതിഷേധിച്ചു. നേതാവ് പക്ഷേ രക്ഷപ്പെട്ടു. പ്രതിക്ക് വാർത്താമൂല്യമില്ലാത്ത കേസിലോ ക്രൈം നടക്കുന്ന പ്രദേശം, വാർത്താ റഡാറിൽ വരാത്ത ദേശങ്ങളിലെ ദുരനുഭവമോ നീതിയുടെ കണിക പോലുമില്ലാതെ ഒടുങ്ങും. പരാതികൾ FIR-ലേക്ക് പോലും എത്തില്ല. ആർട്ടിക്കിൾ 15 എന്ന ഹിന്ദി സിനിമ പോലെ. ബംഗാളിലെ 24 പർഗാനാസിലെ കാംദുനി കേസ്, UP-യിലെ ഹാത്രസ്, ഉന്നാവ്, ബലാത്സംഗ കൊലകൾ തുടങ്ങി ദാരുണമായ 10,000-കണക്കിന് കേസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നിർഭയയോ കൊൽക്കത്തയോ ജിഷയോ പോലെ വിരലിലെണ്ണാവുന്നവ മാത്രം വാർത്തയാകും. പ്രതിഷേധമിരമ്പും. നീതിയുടെ കാര്യത്തിലും പരിഗണനയിലും പ്രയോറിറ്റികളിൽപ്പെടാതെ രാജ്യത്തെ 90% റേപ്പ് കേസുകൾ തീരും. 2020 സെപ്റ്റംബറിലാണ് 19-കാരി ദളിത് പെൺകുട്ടി ഹാത്രസിൽ കൂട്ടബലാത്സംഗത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത്. വീടിനരികെ രക്തം വാർന്ന് ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തി. 2 ആഴ്ച ആശുപത്രിയിൽ, പിന്നെ മരണം. പോലീസ് മൃതദേഹം തിരക്കിട്ട് മറവു ചെയ്തു. വീട്ടുകാർ പരാതിപ്പെട്ടു. ഠാക്കൂറുകളുടെ ശക്തി കേന്ദ്രം. പ്രതികളും അവർ തന്നെ. പോലീസ് അവർക്കൊപ്പം നിന്നു. ദളിത് കുടുംബം പരാതി പറഞ്ഞു. സർക്കാർ ഗൗനിച്ചില്ല. മറ്റൊരു വിഷയം പൊങ്ങി വരേണ്ട ആയുസ്സേയുള്ളൂ മാധ്യമ ശ്രദ്ധയ്ക്ക് പോലും. കൊൽക്കത്ത കേസിൽ അനാസ്ഥകൾ പലതാണ്. വീട്ടുകാരുടെ ആരോപണം നിഷേധിക്കാനാവാത്ത ചോദ്യങ്ങളുടേതാണ്. സംഭവം നടന്ന ഓഗസ്റ്റ് 10:53 ആശുപത്രി അസിസ്റ്റന്റ് സൂപ്രണ്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. അവൾക്ക് സുഖമില്ലെന്നറിയിക്കുന്നു. 22 മിനിറ്റിന് ശേഷം വീണ്ടും വിളിച്ച് അവൾ ആത്മഹത്യ ചെയ്തുവെന്ന് അറിയിക്കുന്നു. നടന്നത് അതിക്രൂരമായ കൊലപാതകമെന്ന് തെളിയും വിധം മൃതദേഹം സെമിനാർ റൂമിൽ കണ്ടെത്തിയിട്ടും ആത്മഹത്യയാണെന്ന് അധികൃതർ പറഞ്ഞത് ദുരൂഹമെന്ന് വീട്ടുകാർ. വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയിട്ടും 3 മണിക്കൂറോളം മൃതദേഹം കാണിച്ചില്ലെന്നും അവരുടെ പരാതി. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബംഗാൾ ലൈംഗികാതിക്രമങ്ങൾ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ. 90% കേസിലും പ്രതിക്ക് ഇരയെ അറിയാം, അല്ലെങ്കിൽ ഇരയെ പ്രതിക്ക് പരിചയമുണ്ട്. നോർത്ത് ഈസ്റ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ 100%-ഓളം ഇരയ്ക്ക് അറിയാവുന്നവരാണ് പ്രതികൾ. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 96%-ന് മുകളിൽ കേസുകളിൽ സമാനമായ സ്ഥിതി. മിക്ക കേസിലും പ്രതി കുടുംബാംഗം, സുഹൃത്ത്, അയൽവാസി, നാട്ടിലറിയാവുന്നയാൾ, കണ്ടാലറിയുന്നവർ. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണ്ടെത്തലാണിത്. 96% ബലാത്സംഗങ്ങളും അപരിചിതരിൽ നിന്നല്ല, മറിച്ച് ആസൂത്രിത ലൈംഗികാതിക്രമങ്ങളാണ്. നിരീക്ഷിക്കപ്പെട്ടോ ഗൂഢാലോചനയ്ക്ക് ശേഷമോ നടക്കുന്ന കുറ്റകൃത്യം. ഇത് ഗൗരവമായ വിഷയമാണ്. മാധ്യമങ്ങളും ഭരണ സംവിധാനങ്ങളും സക്രിയമായി ചലിക്കുന്ന ഒരു രാജ്യത്ത് കണ്ണിൽപ്പെടാത്ത അനീതികളുടെ എണ്ണമാണ് കൂടുതൽ.
സ്ത്രീ സുരക്ഷ എന്ന വാക്ക് ഇവിടെ ചോദ്യചിഹ്നമാകുന്നു.